കല വൈകുന്നേരത്തെ പണിയുടെ തിരക്കിക്ക് പോയിട്ടാണ് ഇത് ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ടേ 2 തരം ചിക്കൻ ഉണ്ട്. ഒന്ന് നാടൻ കോഴി ഉണ്ട്, ഒന്ന് എല്ലുള്ളതും ഒന്ന് എല്ലുള്ളതും എല്ല് ഉള്ളതും ഒന്ന് എല്ലുതായത്. അതെന്താണെന്നറിയോ? ഇതാണ്ടോ ഈ സാധനം, ഇതാണ്ടോ എന്താ എല്ലും ഇറച്ചി. ഇത് തേനിലാവ് കണ്ടോ? തേനിലാവും ഈ ഇതും കൊണ്ടുവന്നിട്ട് ഇത് തേനിലാവ് തിന്നപ്പോൾ വായലിങ്ങനെ വെള്ളം വരികട്ടാ. കാപ്പിയും കുടിക്കണ്ടേ. നാടൻ കോഴി ഉണ്ട്, മറ്റേ കോഴി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ കോഴി വേഗം കറി വയ്ക്കട്ടെ പറഞ്ഞിട്ട് അനിയത്തി അവിടെ പെങ്ങളവിടെ ദോശ ഉണ്ടാക്കാൻ പോണു. ഇനി അപ്പം ഉണ്ടാക്കണം, പണികൾ തുടങ്ങാൻ പോണു. 4:30 ഈ സമയം. പെങ്ങളല്ല, നാത്തൂനവിടെ ദോശ ഉണ്ടാക്കിയാണ്. നിങ്ങളുടെ പെങ്ങള് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിങ്ങളുടെ പെങ്ങള് തന്നെ ഉദ്ദേശിച്ചതേ. പെങ്ങള് പറയും, നാത്തൂന്ന് പറയും. ഇതാരും മനസ്സിലായത് ആരാന്നുണ്ട്. നാത്തൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏട്ടന്റെ ഭാര്യനെ നാത്തൂന്ന് പറയും, ഏട്ടന്റെ പെങ്ങളെ നാത്തൂന്ന് പറയും. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണ് സുകന്യ കരയണത്. നേരവണ്ണം പറയണ്ടേ. കരയട്ടെ അങ്ങോട്ട് കരഞ്ഞിങ്ങോട്ട് മെഴുകട്ടെന്ന്. കറണ്ടാണ് പറഞ്ഞാൽ നല്ല സമയമാണ്, കറണ്ടും ഇല്ല. ഇല്ലേട്ടാ? കുഞ്ഞുണ്ണി വന്നു. അപ്പൊ നമ്മുടെ തേങ്ങ അരച്ച ചിക്കൻ കറി. എന്താ കടക്കാത്ത മൂപ്പര്? വേഗം വായോ, തേനിലാവ് തരാം, വേഗം വാ. തീരുന്നതിന് മുന്നേ വന്നു എന്തായാലും. അത് തീരുന്നതിന് മുന്നേ എത്തിയാലും പറയാം. ഞാൻ എന്തെങ്കിലും തിന്നിട്ടൊന്നുമില്ല, ഒന്നേ എടുത്തിട്ടുള്ളൂ. ഇന്നല്ലേ ഇന്ന് അടിപൊളി 2 മഴ കിട്ടിട്ടോ, നല്ല മഴ. മഴ മൂടി വരുന്നുണ്ട്. സുകന്യ പാവട്ടേട്ടാ. സുകന്യക്ക് അമ്മായിമ്മ പോരും മേടത്തിയമ്മ പോരും ഇല്ല, പക്ഷെ ഉള്ളിപ്പോര് നല്ലോണ്ട്. കണ്ടോ? വേറെ കണ്ടോ? ഉള്ളിപ്പോരും കൊണ്ട് സുകന്യ കരയണു. വേണോ? തുടയ്ക്കണോ? പാവം. ചായ കുടിച്ചോ നിങ്ങള്? അവർക്ക് 2 ഇറച്ചി കഷ്ണം അധികം കൊടുക്കാം. അവർക്ക് 2 ഇറച്ചി കഷ്ണം അധികം കൊടുക്കാറ്. ഞാൻ എന്താ വേണ്ടാത്ത? നാടൻ കോഴി 2 എല്ലാத்தைയും തരാന്ന്. അമ്മ സുകന്യക്കില്ലേ ഇറച്ചി വേണ്ട കേട്ടോ. നിങ്ങള് പിന്നെ ദോശ അധികം തന്നു സുകന്യ. ദോശ തിന്നില്ല. കോഴിമുട്ട കിട്ടിയത്രേ പറഞ്ഞ എങ്ങനെ ശരിയാണ്? കിച്ചുല്ലേ കൊണ്ടിരുന്നേയില്ല ഇപ്പോ. കിച്ചു ഒക്കെയാണ് ഇപ്പോ എന്താ അവരുടെ സ്കൂളിലെ മൂത്ത കുട്ടിയോളെ. കാരണം ഈ വർഷത്തോടെ അവൻ്റെ 7ാം ക്ലാസ് കഴിഞ്ഞാൽ അവൻ പോണ സ്കൂളത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പം അവരെ കൊണ്ടാണ് കുട്ടികൾക്ക് മുട്ട കൊടുപ്പിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇവിടെ വന്ന് അങ്ങനെ പറയും, അമ്മ എന്താ അതിനുള്ള സാമർഥ്യമൊന്നും അവിടെ ഇല്ല. അവിടെ അതിനുള്ള സാമർഥ്യമില്ല. അവരവരുടെ കയ്യിലുള്ളത് വേറുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം അതാ ചെയ്തു. കഴിഞ്ഞ ആഴ്ച എന്താ മുട്ട കൊണ്ടുവരാന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ കൂട്ടുകാരന് കൊടുത്തു അമ്മ പറഞ്ഞു. ഓ ശരിയെന്നും പറഞ്ഞു. അവനല്ലേ ലേട്ടാ? അവന് പിന്നെ പുഴുങ്ങിയ മുട്ടയോട് അധികം ഇഷ്ടമല്ല. ആ നോക്കിയോക്ക് എന്താ കണ്ടോ? ഈ സുകന്യ എല്ലാ ഉള്ളിയിൽ എന്താ ഉള്ളി കണ്ടോ ഏട്ടാ? വേഗം ഉഷാറിന് നോക്കിക്കോ, അല്ലെങ്കിൽ 12 മണിയാവും പരിപാടി ചെയ്യുമ്പോഴേക്ക്. വേഗം നോക്കിക്കോളൂ. വേഗം നോക്കുന്നേ. എന്താ കറണ്ട് കൂടി ഇല്ലാത്താണ്. കറണ്ട് ആരെവിടെ ഉള്ളി നേരെയൊക്കെ ചെയ്തില്ലേ? ഞാൻ ഇപ്പം എൻ്റെ കൂട്ടാൻ വയ്ക്കൽ കഴിക്കും. കൂട്ടാൻ വയ്ക്കൽ കഴിഞ്ഞ പിന്നെ കൂട്ടാനായി കഴിഞ്ഞ് പിന്നെന്താ? കൂട്ടാനായി കഴിഞ്ഞാൽ പിന്നെ അപ്പം ഉണ്ടാക്കണ്ടേ? ദോശയൊക്കെ അപ്പം ഉണ്ടാക്കണ്ടല്ലേ? പിന്നെ ചോറ് വെക്കണ്ടേ? ഉപ്പേരി ഉണ്ടാക്കണ്ടേ? പപ്പടം ഉണ്ടാക്കാനായിട്ടാണോ സുകന്യെ നീ ഇങ്ങനെ ഉള്ളി നേരെക്കൊണ്ടിരിക്കണ്? പിന്നെ ഉള്ളി നേരെക്കണ്ടേ? 4 അടുപ്പിനുള്ളിൽ വെച്ചോളൂ. ഒന്നില് ചോറും ഒന്നില് കറിയും. അമ്മ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടാക്കിയാൻ തുടങ്ങിയാൽ മതിയെന്നാണ് ഇപ്പം ഉണ്ടാക്കണം. ഇപ്പം ചെയ്യണ്ടാന്ന് കുറച്ച് കേട്ടേ. എന്താ നേരം ഇനി ആവാണ്ട് ഇനി ഇതിന് മേലെ എന്താ എന്താ
ഞാനപ്പോൾ വിചാരിച്ചു ഞാൻ 3:30 ആയപ്പോഴാണ് അങ്ങോട്ട് വന്നത്. 3:30 തുടങ്ങാലോ വിചാരിച്ചിട്ട്. ഇനി പെങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ഇന്ന് പോകണം കേട്ടോ. അപ്പോൾ അതാ ഉള്ളി ഇതില്ലേ എൻ്റെ എന്താ ഏതെങ്കിലും ചെടിയുടെ ചോട്ടിലിട്ട് ആ ഏട്ടാ ഇപ്പൊ സുകന്യയുടെ മുടി സംരക്ഷണം എന്താണെന്നറിയോ? ഈ ഉള്ളിത്തോല് ഇത് വെള്ളം തിളപ്പിക്കുക. എന്താണ് കേട്ടില്ല? സുകന്യയുടെ കാർക്കൂന്തലിന്റെ രഹസ്യമാണിത്. എന്ത് ചപ്പും ചവറോ? നന്നായി ഇതൊക്കെ തലേ തേക്കണ്. സുകന്യേ ഈ പച്ചക്കറി വേസ്റ്റ് തലേ തേച്ചിട്ട് മുടി ഉണ്ടാക്കി നിക്കണ്. മതി മതി മതി. അതെ ഏട്ടൻ എന്താ അറിയ സുകന്യ? എന്തൊക്കെ മരുന്നാണ് നിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങൾ ചില്ലറയില്ല. എന്തായാലും മഴ മൂടി വരുന്നുണ്ട്. പെയ്യട്ടെ, നാടൻ മാറ്റിയിട്ട് വെക്കട്ടോ. പെയ്യട്ടെ ഏട്ടാ പെയ്യട്ടെ. പെയ്യട്ടെ ആരപ്പന് പരാതി പറഞ്ഞു? എൻ്റെ ഉണ്ണിച്ചാ വണ്ടിയോ? ആ വണ്ടി എടുത്ത് വെച്ചോ, വണ്ടി എടുത്ത് വെച്ചോ കുട്ടി. മഴ പെയ്യട്ടെ പെയ്യട്ടെ. ആർക്കാ പരാതി മഴ പെയ്യണേന്? ഒറ്റൊരു പരാതിയില്ല. മഴ പെയ്യാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം 1 മണിക്കൂർ പവർ കട്ടില്ല, 2 മണിക്കൂറും 6 മണിക്കൂറൊക്കെ എത്തും. കുറച്ച് കഴിഞ്ഞ് പെയ്ത് നിറയട്ടെ ഡാമുകളൊക്കെ. അമ്മുട്ടി ഉണ്ട് പറഞ്ഞാലേ ഉള്ളി നുറുക്കേണ്ട കാര്യം അവള് ചെയ്തു തരുന്നു കേട്ടാ. ഒക്കെ അമ്മുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മുടെ ഇവിടുത്തെ പ്രാവത്തെ ചക്കയൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞു പറയാം മാമേ. ഇതുപോലെ ഇരുന്ന് ഉള്ളി വെട്ടിയിട്ട് കുറേ ആയിട്ടോ. കാലം കുറേയൊന്നും ആയിട്ടില്ല. ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ ഉള്ളി ഇങ്ങനെ തന്നെയല്ലേ വെട്ടുന്നത്? ഉള്ളി അങ്ങനെ ആയിരിക്കും വെട്ടണത്. പക്ഷേ ഞാൻ ഈ തണ്ടത്തിരുന്ന് ഇവിടുന്ന് ഉള്ളി വെട്ടിൻ്റെ കഥയാണ് പറഞ്ഞത് ഇല്ലേ? പിന്നെ എൻ്റെ ശുഗണേ എന്താ ഇവിടെ തൊള്ളായിരുന്നു അവിടെ നിന്നിട്ട്? ആളെ കാണാനല്ലേ തൊള്ളയുള്ളി മാത്രമല്ല കേൾക്കില്ല. അപ്പുറത്ത് അടുപ്പുണ്ടാവുകൊണ്ട് ഇപ്പം എത്ര സൗകര്യമായി. അതിലിപ്പോൾ ദോശയും അതിലായി, ഇതിൽ കറിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റത് ഒരടുപ്പത്ത് തന്നെ ആവാൻ വേണ്ടി കാത്തുനിന്ന് കഴിഞ്ഞാൽ കത്തിക്കണോന്നറിയില്ല. അടുപ്പ് കത്തിക്കണമോ? അതൊക്കെ കത്തിക്കണോ അമ്മായി? മണ്ണെണ്ണ വിളക്ക് കൊണ്ടുപോ. നിലവിളക്കല്ല കൊണ്ടുപോകാൻ പറഞ്ഞേ. മണ്ണെണ്ണ വിളക്കും തിരിയും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണെണ്ണ വിളക്കാ ഉണ്ണിയേ. അടുപ്പ് കത്തിക്കാനായിരിക്കേ. അവിടെ ഇല്ലേ നിലവിളക്ക് കൊളുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടല്ലോ. നിലവിളക്ക് അവിടെ ഉണ്ടല്ലോ. അവിടെ ഉണ്ടല്ലോ കൊളുത്തണത് അല്ലേ? പെട്ടെന്ന് കത്തിയത് അതായിരിക്കും. ഞാൻ ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടേ ഇത് പോവാലോ വിചാരിച്ചു ദോശ ഉണ്ടാക്കാൻ. അടുപ്പൊക്കെ അവള് കത്തിച്ചോളൂ. അവള് കത്തിച്ചോളൂ. അതല്ല രണ്ടോടത്ത് ദോശ ഉണ്ടാക്കുമ്പോഴേ അപ്പൊ ഇത് ചിക്കനൊക്കെ ആവണ്ടേ? എന്നല്ലേ പറ്റൂ. ചിക്കൻ കറി ഉണ്ടാക്കാൻ എന്താ പണി? ഇനിയിപ്പോ 10 മണി 30 മണിയൊക്കെ പോരില്ലേ? വരുണ്ടാവേ. മഴ വരുന്നതിന് മുന്നേ വന്നാൽ മതിയായിരുന്നു. മഴ ഇടങ്ങറാവണ്ട. എന്താണെന്നറിയോ, നമ്മുടെ ശ്രദ്ധ പോവുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് നോക്കിയാൽ മതി. ഇന്ന് നോക്കിയിട്ട് ഉള്ളി വെട്ടാൻ നിൽക്കണ്ട. ഇതാണ്ടോ പറഞ്ഞു ബാക്കിയുള്ളത് കൂടി മുറിച്ച് കളയണ്ടാത്. എന്തിനാ സുകന്യ ബോറടിക്കുന്നത്? ഈ പാത്രം കഴുകുമ്പോഴും നമുക്ക് ബോറടിക്കണ്ടോ? ചിക്കൻ കഴുകുമ്പോഴും ബോറടിക്കുക. അവിടെ നിൽക്കുകയാണോ ചെയ്യണേ ഇരിക്കുകയാണോ ചെയ്യണേ? വോൾട്ടേജ് പോയിരിക്കുകയാണ്. ചിലപ്പോ രാത്രി ഒന്നും കറണ്ട് ഉണ്ടാവില്ല. അതന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. ആള് വന്നിട്ടുണ്ട്. ആരും വിളിച്ചു പറയില്ല. വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞു. കറണ്ടും കൂടി ഇല്ലെങ്കിൽ അടിപൊളിയാവും. കറണ്ടൊക്കെ പോയി വരും. കറണ്ടും ഇല്ല, മഴ കൂടി പെയ്ത് എന്താ ചെയ്യല്ലേ? ഇതൊക്കെ ഒന്ന് സെറ്റായി കിട്ടണവരെ 2:30 തുടങ്ങിയതായിരുന്നു അല്ലേ?
അച്ഛോ അമ്മായി എന്നെ വിളിക്കുന്നു. വിളക്കം തീപ്പെട്ടിക്ക് ഒരാൾ പോയിട്ട് കാണാനല്ലോ. അതിന് തീപ്പെട്ടി വിളക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ഇവിടുന്ന് കത്തിച്ചിട്ട് പോണ്ട, അവിടുന്ന് കത്തിച്ചാ മതി. ഇപ്പൊ മനസ്സിലായില്ലേ ഏതാ വിളക്കാന്നുള്ളത്? മണ്ണെണ്ണ വിളക്ക്. മണ്ണെണ്ണ വിളക്കും അറിയില്ല, നിലവിളക്കും അറിയില്ല. എന്താ ഏട്ടാ ഇങ്ങനെ പറയുന്നത്? വിളക്കും തിരി എടുത്തിട്ട് വരാൻ പറഞ്ഞു. അവള് വിളക്കും തിരി പറയുമ്പോ വിളക്ക് ഈ മണ്ണെണ്ണ വിളക്ക് എപ്പോഴെങ്കിലും നമ്മളല്ലേ കത്തിക്കുന്നത്, കുട്ടികൾക്ക് അറിയില്ല. അമ്മു അച്ഛനും വിളക്ക് കൊളുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിലവിളക്ക് കൊളുത്ത്. അപ്പൊ അവരത് വിചാരിച്ചിട്ട് എടുത്തിട്ട് പോവാണ്. ഒക്കെ എരിവ് കമ്മിയുള്ള ആൾക്കാരാണ്. നമ്മുടെ ഇവിടെ വെച്ചാൽ കുറച്ച് എരിവും ഉണ്ടാവും. ഒരുപാട് എരിവായാലും പറ്റില്ല കേട്ടോ. അത് കാര്യം കുറച്ച് എരിവേ പാടും. കുറച്ച് മതി. താപ്പത്തക്കറി പോലെ ആയാലേ ഇറങ്ങറാവും. ചിക്കൻ കറി ഏട്ടന്റെ വകയാണ് കേട്ടോ. ഇന്നത്തെ ചിക്കൻ കറി ഞാൻ വെക്കാതെ പോയി. ഞാൻ വെച്ചെന്റെ അച്ഛന് ഇഷ്ടാ. ആ എന്നാ വാ മകനെ, ഇന്ന് ഉള്ളി നുറുക്ക്, ഞാൻ വീഡിയോ എടുക്കാം. വാ. എനിക്ക് ഒരു പേടിയില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവോ ഈ എന്താ എന്താണ് നിങ്ങക്ക് സുകന്യെ അങ്ങനെ ഏട്ടന് ആഗ്രഹം ഉണ്ട് പറഞ്ഞു വെച്ചാൽ ഏട്ടൻ ചെയ്തോട്ടാ. എനിക്ക് യാതൊരു നിർബന്ധമില്ല. എന്താ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും, ഉള്ള കാര്യം പറയാലോ. ഇങ്ങനെ എന്താ കുറേ നേരം അടുപ്പിൻ്റെ ചോട്ടിൽ പോയി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം എന്ന് ആർക്കെങ്കിലും ഇതുണ്ടാവോ? ആഗ്രഹമല്ല, നിവർത്തികേട് എന്നും പറയും ചിലപ്പോ. ഏട്ടല്ലേ ഏട്ടൻ പറഞ്ഞു കേട്ടോ, ഏട്ടൻ ഇറച്ചി വെക്കാന്നുള്ളത്. എന്നിട്ട് ഏട്ടപ്പോൾ വേഗം പറയാ എന്താ ഏട്ടൻ ഇറച്ചി വെച്ച് കഴിഞ്ഞു വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ടിപ്പോൾ ആരുടെ വിരൽ കടിക്കും? എൻ്റെ വിരൽ കടിക്കും നിങ്ങൾ? അത് ശരിയാ. എന്താ ഇറച്ചി വേറെയും വെള്ളം വേറെ ആയിട്ടുണ്ടാവും. എന്താ എല്ലായിടത്തും ഇല്ലേ ആണുങ്ങളൊക്കെ ഇറച്ചിയും, ചിലയിടത്തൊക്കെ ആണുങ്ങളെ ഇറച്ചി വയ്ക്കുക, ചിലയിടത്തൊക്കെ ആണുങ്ങളെ ഇറച്ചി വയ്ക്കുക. ഇവിടെ മാത്രമല്ലേ രണ്ടെണ്ണം ഉണ്ട്. ഒന്നും ഒരിറച്ചി വെക്കാൻ പറഞ്ഞാലേ പറയൂ ഇതിലെത്ര മുളകിടുണ്ട്, ഇതിലെത്ര മല്ലിയിടുണ്ട്. അപ്പം പിന്നെ അതിനേക്കാളും നല്ല എന്താ നമ്മളുണ്ടാക്കുക. അങ്ങോട്ട് തിരിയുമ്പോഴേക്കും ഞാൻ ഇതാണോ കണകുണ പറയുന്നത്? ഇതാ എല്ലാവിടെയും ഉണ്ടോ? ഇങ്ങടെയൊക്കെ ഭർത്താക്കന്മാരില്ലേ, നിങ്ങൾ എന്തൊക്കെ പണിയെടുക്കുമ്പോഴാണ് ഒന്ന് സഹായിക്കുക, ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അത് കാരണം എന്താണെന്നറിയോ, എന്നിട്ട് വണക്കിൻ്റെ അനിയേട്ടനെ അല്ലേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഇപ്പം പറയും ഞാൻ ചെറുപ്പത്തിൽ ചോറ് വെച്ചു, ഞാൻ ചെറുപ്പത്തിൽ കൂട്ടാൻ വെച്ചു. അമ്മ നിങ്ങളുടെ മകൻ ചെറുപ്പത്തിൽ എല്ലാ പണിയും ചെയ്തിരുന്നു. ഇപ്പൊ എന്താ അമ്മ നിങ്ങളുടെ മകൻ ചെയ്യാത്ത? പെണ്ണുങ്ങൾക്ക് വയ്യാതെ ആയി കഴിഞ്ഞ വെച്ചാൽ എന്താ ഈ ആണുങ്ങൾക്ക് ചെയ്താ? നിങ്ങൾ പണിക്ക് പോകുമ്പോഴാ വെച്ചാൽ അതന്നെ. ഇപ്പം എന്താ പെണ്ണുങ്ങൾക്ക് വയ്യാതെ എന്താ ചെയ്ത് ചെയ്യാത്ത? അപ്പം നിങ്ങളുടെ മകൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ട അമ്മ? അപ്പം നിങ്ങൾ മകനോട് പറയണ്ടേ, മകനെ ഇങ്ങനെയൊന്നും പോരാ, നിന്റെ ആര്
ആ ഇനി മോട്ടർ തേങ്ങടാൻ പറ്റും. ഇവിടെ കറണ്ട് ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മോട്ടറിന് കോരിക്കോളും. ഇനി കറണ്ടുള്ള സമയത്ത് നിങ്ങൾക്ക് മോട്ടർ അപ്പൊ എന്തെന്ന് ഉച്ചയുടെ മുമ്പ് മോട്ടർ ഇടാന്? വെള്ളം അങ്ങോട്ട് പറ്റ വരണം എന്നാലും മോട്ടർ. ഞാൻ അവിടെ മോട്ടർ ഇട്ട് അനിയേട്ടൻ, ഞാനല്ല കേട്ടോ. വല്ലാത്ത ഭാഗ്യായി സുഖനി. വല്ലാത്തൊരു മുഖബത്താണടി പെണ്ണേ നിന്നോട്. ശരിയോ? കത്തിയോ? ഇത് കത്തിയോ? പുറത്തെ കത്തിയോ? ഇതിൻ്റെ കൂടെ ഇതും കൂടി കത്തിച്ച ആ പ്ലാസ്റ്റിക് കുറച്ച് മഴ ഉണ്ടോ? ആ വാതിൽ കുറ്റിയിടും നിങ്ങളേ. അത് ദോശക്കല്ലാണേ, ഇരുമ്പിൻ്റെ വാങ്ങിയതാണേ. ചെക്കന്മാർ പോയോ വീഡിയോ കണ്ടതൊക്കെയോ? അപ്പോൾ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. നീ ഈ അടുപ്പിലും ദോശ ഉണ്ടാക്കണം. ഈ അടുപ്പിൽ ഇത് എടുക്കണം കേട്ടോ, ഉണ്ടാക്കണം. അപ്പോൾ കറി ചിക്കൻ ഇത് കത്തല്ലേ വേഗം? ഇത് നല്ല സുഖമാണ് കത്തിക്കാനേ. ഇതെന്താണെന്നറിയോ, എന്താ സുഖമാണ് ചെയ്യാൻ, നിന്നിട്ട് നമുക്ക് ചെയ്യുമ്പോൾ. പക്ഷെ ഇപ്പം എന്താണെന്നറിയോ, ആ ടാർപ്പായ കിട്ടിയ കൊണ്ട് മഴ പെയ്ത ആ വെള്ളം ഇവിടേക്കാണ് വീഴുന്നത്. അതുപോലെ ഇവിടെ ഷീറ്റ് പണിതാണ്. ഇത് നേരെ ചെയ്യാത്തത് കൊണ്ട് ഇതവിടെ ഫുള്ളും വട്ടത്തിൽ ഇവിടെ ഫുള്ളും വെള്ളം നിൽക്കുന്നുണ്ട്. ആ എന്താ എല്ലാറ്റും കൂടി അവിടെ എന്താ വീണ പോലെ ഇപ്പോൾ ഇവിടെയും വീണത്. ഇതിപ്പോൾ ഒരു കൊല്ലം കൂടി ആയില്ല പറഞ്ഞു കഴിഞ്ഞാലോ. ഇപ്പം ഇത് ചെയ്തിട്ട് ഇപ്പോൾ 6 മാസമല്ലേ ആയിട്ടുള്ളൂ. ഫുള്ള് ഇതവിടെ കണ്ടോ വെള്ളം ഇവിടെ. ആ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടി വരേ. അപ്പോൾ വേഗം ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പ് വെക്കണോ? മറച്ചിട്ടിട്ട് ഇവിടെ ദോശ മറച്ചിട്ട് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പ് വെച്ചാൽ വേഗം വേഗം ആവും. മറച്ചിടാൻ തന്നെ എന്നാൽ വലിയാനില്ലേ, വേഗം വലിയും. അപ്പോൾ നമ്മളല്ലേ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. നാളെ കാണാം കേട്ടോ.